കഴിഞ്ഞ ദിവസമാണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. കോൺസ്റ്റബിളായിട്ട് സർവീസിൽ കയറുന്ന ഒരാൾക്ക് 10 കൊല്ലം കഴിയുമ്പോഴാണ് ഹെഡ് കോൺസ്റ്റബിൾ ആവാനുള്ള അവസരം ഉണ്ടാവുക. ആ 10 കൊല്ലം നമുക്ക് ലാഭിക്കാൻ ഒരു അവസരം വന്നിരിക്കുകയാണ്. അതായത് ഡൽഹി പോലീസിൽ ഹെഡ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമുക്ക് നേരെ PDF പോകാം. PDF ആദ്യം തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അതായത് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് 24/9/2025 തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടുത്ത മാസം, അതായത് ഒക്ടോബർ 15 വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കോൺസ്റ്റബിളിന്റെ വേക്കൻസി അപ്ലൈ ചെയ്യാനായിട്ട് 1 മാസത്തോളം സമയം ഉണ്ടായിരുന്നു. ഇവിടെ 1 മാസം സമയമില്ല, 3 ആഴ്ച സമയം മാത്രമേ തന്നിട്ടുള്ളൂ. അടുത്ത മാസം 15-ാം തീയതിയാണ് അവസാനത്തെ ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പം എല്ലാവരും കഴിവതും വേഗം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പിന്നെ ഫീസ് അടയ്ക്കാനായിട്ട് ഒരു ദിവസം കൂടെ സാവകാശം തന്നിട്ടുണ്ട്. 16/10/2025 വരെയാണ് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും കറക്ഷനോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ 23/10/2025 തൊട്ട് 25/10/2025 വരെ ഒരു 3 ദിവസം സമയം അതിനും കൊടുത്തിട്ടുണ്ട് കറക്ഷൻ വിൻഡോയ്ക്ക് വേണ്ടിയിട്ട്. എക്സാമിന്റെ ഡേറ്റ് വന്നേക്കുന്നത് ഡിസംബർ 2025 ജനുവരി 2026 എന്നാണ് പറഞ്ഞേക്കുന്നത്. കോൺസ്റ്റബിളിനും ഇതേ ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യമേ കോൺസ്റ്റബിളിന്റെ എക്സാം നടക്കും, അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഹെഡ് കോൺസ്റ്റബിൾ എക്സാം ഉണ്ടാവുക. അപ്പം കോൺസ്റ്റബിളിന്റെയും ഹെഡ് കോൺസ്റ്റബിളിന്റെ എക്സാം ഒരുമിച്ച് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേക്കും പേജ് നമ്പർ 3 ഇതിന്റെ പേ സ്കെയിലും വേക്കൻസിയുടെയും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേ സ്കെയിൽ വരുന്നത് ലെവൽ 4 ആണ് വരുന്നത്, അതായത് ഗ്രൂപ്പ് C പോസ്റ്റ് ആണ് വരുന്നത്. ഇതിന് ബേസിക് പേ ആയിട്ട് 25,000 പറയുന്നുണ്ട് എങ്കിലും നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു 50,000 പെർ മന്ത് നമുക്ക് സാലറി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അറിയാം നിങ്ങൾക്ക് ബാക്കിയുള്ളടത്തെല്ലാം 8 മണിക്കൂർ ജോലി സമയം വരുമ്പോഴത്തേക്കും ഹെഡ് കോൺസ്റ്റബിളിന്റെ ജോലി സമയം എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. അത് ഫിക്സഡ് ടൈമാണ്. ഒരിക്കലും നമുക്ക് പോലീസിൽ എന്താണ് ഒരു ഫിക്സഡ് ടൈം പറയാൻ പറ്റില്ല എങ്കിലും ഈ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ എല്ലായിടത്തും 12 മാസത്തെ ശമ്പളം കിട്ടുമ്പോഴത്തേക്കും ഈ പോസ്റ്റിലേക്ക് വന്നിട്ട് 13 മാസത്തെ ശമ്പളമാണ്, സാലറിയാണ് കിട്ടുക. അതായത് നിങ്ങൾക്ക് ജനുവരി മാസം 2 സാലറി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി വേക്കൻസിയിലേക്ക് പോകുമ്പോഴത്തേക്കും മെയിൽ ഫീമെയിൽ വേക്കൻസികൾ വേറെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹെഡ് കോൺസ്റ്റബിൾ AWO TPO അതിൻ്റെ മെയിലിൻ്റെ വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 285 വേക്കൻസിയാണ് ഉള്ളത്. പിന്നെ എക്സ് സർവീസ്മെൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് വേക്കൻസി എല്ലാം കൂടെ ചേർത്തിട്ട് 370 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൽ കാൻഡിഡേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. തൊട്ട് അടുത്ത പേജിനകത്ത് ഫീമെയിൽ കാൻഡിഡേറ്റിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അതായത് ഓപ്പൺ കാറ്റഗറിയിൽ വന്നിട്ട് 163 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വേക്കൻസി എല്ലാം കൂടെ ചേർത്തിട്ട് 182 വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 4 ഇതിന്റെ ഏജ് ലിമിറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഈ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/7/2025 അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് 1998 7-ാം മാസം 2-ാം തീയതിക്ക് ശേഷവും അതുപോലെ തന്നെ 2007 7-ാം മാസം 1-ാം തീയതിക്ക് അകവും, ഈ 2 ഡേറ്റുകൾക്ക് അകം ജനിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. SC/ST കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 5 കൊല്ലവും അതുപോലെ തന്നെ OBC ആണെന്നുണ്ടെങ്കിൽ 3 കൊല്ലവും എന്താണ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്പോർട്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ, സ്പോർട്സ് വുമൺ ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 10 കൊല്ലമാണ് എന്ത് ചെയ്യുക, റിലാക്സേഷൻ പറയുക. അപ്പം അതിനെപ്പറ്റിയുള്ള ബാക്കി വിവരങ്ങളൊക്കെ എന്താണ് ഈ നോട്ടിഫിക്കേഷനകത്ത് പേജ് നമ്പർ 6 വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അത് വായിച്ച് നോക്കുക. പേജ് നമ്പർ 9 എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. ഈ കോൺസ്റ്റബിളിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് +2 പാസ്സാണ്. +2 പാസ് വിത്ത് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആസ് സബ്ജക്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് സയൻസും മാത്സും കൂടെ ചേർന്നിട്ടുള്ള +2 നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ, സയൻസിൽ നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിന്റെ മെക്കാനിക്കൽ കം ഓപ്പറേറ്റർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ പ്രൊവിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അത് ക്വാളിഫൈങ് നേച്ചറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി എന്ന് പറയുന്നുണ്ട്, അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും. ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. 1000 കീ ഡിപ്രഷനാണ് 15 മിനിറ്റിൽ നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റിന് സ്പീഡായിട്ട് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നും ഈ
നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് PC, അതായത് സിസ്റ്റം ഓൺ ആക്കാനും ഓഫ് ആക്കാനും അറിഞ്ഞിരിക്കണം. പിന്നെ അതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ MS ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഷീറ്റ് തുടങ്ങിയ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അത് സേവ് ചെയ്യാനായിട്ടും അതിനെ പാരഗ്രാഫ് ആക്കി മാറ്റാനും നമ്പറിങ് കൊടുക്കാനും ഒക്കെ എന്താണ് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. അവർ ടെക്നിക്കൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത്, ട്രേഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നിങ്ങളത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതിയാകും. കോൺസ്റ്റബിളിന് കൊടുത്തതുപോലെ NCC ABC സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് 5%, 3%, 2% മാർക്ക് ബോണസ് മാർക്കായിട്ട് ഈ നോട്ടിഫിക്കേഷനിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ssc.gov.in എന്ന സൈറ്റിൽ കയറിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർക്കാണ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ ssc.nic.in എന്നുള്ള പഴയ വെബ്സൈറ്റിലാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പുതിയ വെബ്സൈറ്റിൽ ഒരിക്കൽ കൂടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ഈ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിലേക്ക് മാത്രമല്ല SSC വിളിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ, അത് CGL ആണെങ്കിലും CHS ആണെങ്കിലും MDS ആണെങ്കിലും സെലക്ഷൻ പോസ്റ്റ് ആണെങ്കിലും ശരി, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വെബ്സൈറ്റായ ssc.gov.in എന്ന സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഫീസ് ഉണ്ടാവും. അത് 100 രൂപയാണ് ഇതിൻ്റെ ഫീസായിട്ട് പറയുന്നത്. ഈ 100 രൂപ ഫീസിൽ നിന്നിട്ട് ഈ വുമൺ കാൻഡിഡേറ്റ്സിനെയും അതുപോലെ തന്നെ SC ST കമ്മ്യൂണിറ്റിയിലുള്ള കാൻഡിഡേറ്റ്സിനെയും പിന്നെ എക്സ് സർവീസ് മെന്നും എന്താണ് ഒഴിവ് കൊടുത്തിട്ടുണ്ട്, എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കാൻഡിഡേറ്റ്സ് ഒന്നും എന്ത് ചെയ്യേണ്ട, ഈ 100 രൂപ ഫീസ് അടയ്ക്കേണ്ട. ബാക്കിയുള്ള ആൾക്കാരൊക്കെ 100 രൂപ ഫീസ് എക്സാമിന് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പേജ് നമ്പർ 16 എക്സാമിൻ്റെ സിലബസും പാറ്റേണും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിനകത്ത് ആദ്യമേ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാകും. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് മോഡൽ എക്സാം നടത്തുന്നത് SSC ആയിരിക്കും. അപ്പം ആ എക്സാം 100 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. ആ എക്സാമിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഈ PDF-ൻ്റെ ബാക്കി പേജുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അന്നേരം നോക്കാം. അപ്പം ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് മോഡൽ എക്സാം അത് SSC കണ്ടക്ട് ചെയ്യും. ആ കണ്ടക്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ബാക്കിയുള്ള പ്രോസസ്, സെലക്ഷൻ പ്രോസസ് നടത്തുന്നത് ഡൽഹി പോലീസ് നേരിട്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് മോഡൽ എക്സാം മാത്രമേ SSC നടത്തുന്നുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഡൽഹി പോലീസ് നടത്തുക. അത് PDF-ൽ പറയുന്നുണ്ട്, ഫിസിക്കൽ എൻഡൂറൻസ് ആൻഡ് മെഷർമെന്റ് ടെസ്റ്റ് ബൈ ഡൽഹി പോലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഈ ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ നിന്ന് വേണം എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ എക്സാം സെൻറ്റർ കിട്ടും, നമുക്ക് ഇവിടെ നിന്ന് തന്നെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ഈ എൻഡ്യൂറൻസ് ടെസ്റ്റും ഫിസിക്കൽ മെഷർമെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡൽഹി തന്നെ പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ SSC നടത്തുന്ന ഒബ്ജക്റ്റീവ് മോഡൽ എക്സാമിന് മാത്രമാണ് മാർക്ക് ഒരു വിഷയമായിട്ട് വരിക. ബാക്കിയുള്ളതൊക്കെ ഫിസിക്കൽ ടെസ്റ്റ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ് ആണെങ്കിലും ശരി, അതെല്ലാം ക്വാളിഫൈ നേച്ചറാണ്. അപ്പം നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരെ ഫിസിക്കൽ എൻഡൂറൻസ് ആൻഡ് മെഷർമെന്റ് ടെസ്റ്റിന് വിളിക്കുന്നു. അത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ട്രേഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ഈ ട്രേഡ് ടെസ്റ്റ് കഴിഞ്ഞതിനെ തുടർന്നിട്ട് നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ ഫംഗ്ഷൻസിലുള്ള ടെസ്റ്റും നടത്തുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ടൈപ്പിംഗ് ടെസ്റ്റായിട്ട് 15 മിനിറ്റ്സിൽ 15 മിനിറ്റിൽ 1000 കീ ഡിപ്രഷനായിട്ട് ടൈപ്പിംഗ് സ്പീഡായിട്ട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ആണ് എന്താണ് കമ്പ്യൂട്ടർ ടെസ്റ്റിൽ നടത്തുക. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരു 0.25 മാർക്ക് നെഗറ്റീവ് മാർക്കും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റീവ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് എക്സാമാണ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് 100 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. ഈ 100 ക്വസ്റ്റ്യനകത്ത് 20 ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ് എന്നായിരിക്കും ചോദിക്കുക. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട് 20 മാർക്ക് ഇതിനുണ്ടാകും. അതുപോലെ തന്നെ ജനറൽ സയൻസിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിൽ 25 ക്വസ്റ്റ്യൻ ഉണ്ടാകും, 25 മാർക്കും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഒരു മാത്സിൻ്റെ ടെസ്റ്റ് ഉണ്ടാകും. മാത്സിൻ്റെ ടെസ്റ്റിനകത്ത് 25 ക്വസ്റ്റ്യനും 25 മാർക്കുമാണ് ഉള്ളത്. ദെൻ റീസണിംഗ് ആണ് അടുത്ത പേപ്പറായിട്ടുള്ളത്. അതിൽ 20 ക്വസ്റ്റ്യൻ ചോദിക്കും, 20 മാർക്കാണ് അതിനുള്ളത്. അതിന് തുടർന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഒരു പേപ്പർ ഉണ്ടാകും. 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അതിൽ 10 മാർക്കിനാണ് ഉള്ളത്. അങ്ങനെ മൊത്തം നമുക്ക് 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, എക്സാം കംപ്ലീറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ ജനറൽ അവയർനെസ് അതുപോലെ തന്നെ ജനറൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും മാത്രമാണ് ജനറൽ സയൻസിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്. ബയോളജി ഇതിലൊരു വിഷയമായിട്ട് ഇല്ല. ഈ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല, ബയോളജിയിലെ ക്വസ്റ്റിനകത്ത് ജനറൽ അവയർനെസ്സിനകത്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജനറൽ സയൻസ് എന്ന് പറയുന്നിടത്ത് ഫിസിക്സും കെമിസ്ട്രിയുമാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് വരിക. അപ്പം ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മാത്സിൽ കോൺസ്റ്റബിളിൻ്റെ എക്സാം ആയിരുന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ
ഹെഡ് കോൺസ്റ്റബിളിൻ്റെ എക്സാം വരുമ്പോഴത്തേക്കും അതിൽ അഡ്വാൻസ് മാത്സും കൂടെ കയറി വരുന്നുണ്ട്. അപ്പം ഓൾജിബ്രയിൽ നിന്നിട്ടും ജോമെട്രി നിന്നിട്ടും സഡ്സാനിഡിസിസ് നിന്നിട്ടും മെൻസുറേഷൻ നിന്നിട്ടും ട്രിഗ്നോമെട്രി നിന്നിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു എക്സാമിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഒബ്ജക്റ്റീവ് എക്സാം ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഫിസിക്കൽ എൻഡൂറൻസ് ടെസ്റ്റ് നടത്തും. അത് ക്വാളിഫൈഡ് നേച്ചർ ആണ്. മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റും ഫീമെയിൽ കാൻഡിഡേറ്റിനും വേറെ എൻഡൂറൻസ് ടെസ്റ്റ് ആണ് നടത്തുക. വേറെ ക്രൈറ്റീരിയ ആണ് വരുന്നത്. അത് നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 30 years 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 1600 മീറ്റർ ഓടാനായിട്ട് 7 മിനിറ്റും അതുപോലെ തന്നെ ലോങ് ജമ്പിലേക്ക് വേണ്ടിയിട്ട് 12.5 അടിയും ഹൈ ജമ്പിലേക്ക് 3.5 അടിയുമാണ് ബെഞ്ച് മാർക്ക് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ 30 to 40 ഇയേഴ്സിലുള്ള ആൾക്കാർക്ക് ഈ 1600 മീറ്റർ ഓടാനായിട്ട് 8 മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ജമ്പിൽ 11.5 ചാടിയാൽ മതിയാകും. അതുപോലെ തന്നെ ഹൈ ജമ്പിൽ 3.25 അടിയും ചാടിയാൽ മതിയാകും. പിന്നെ എബോവ് 40 ഇയേഴ്സിനുള്ളവർക്ക് 1600 മീറ്റർ ഓടാനായിട്ട് 9 മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട്. ലോങ് ജമ്പും ഹൈ ജമ്പും 10.5 അടിയും 3.5 അടിയുമാണ് യഥാക്രമം വരുന്നത്. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റിന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരിക. അതായത് റേസ് ഉണ്ടാകും, ലോങ് ജമ്പ് ഉണ്ടാകും, ഹൈ ജമ്പ് ഉണ്ടാകും. ഇതിൽ റേസിൽ 800 മീറ്റർ മാത്രം ഫീമെയിൽ കാൻഡിഡേറ്റ് ഓടിയാൽ മതിയാകും. അപ് ടു 30 ഇയേഴ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സും ബാക്കിയുള്ളവർക്ക് 6ഉം 7 മിനിറ്റ്സും സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോങ് ജമ്പിൻ്റെയും ഹൈ ജമ്പിൻ്റെയും ഒക്കെ അളവുകൾ ഈ PDF-നകത്ത് ടേബിളിനകത്ത് വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക. പേജ് നമ്പർ 20 ഫിസിക്കൽ മെഷർമെന്റിനെ പറ്റി പറയുന്നത്. ഈ ഫിസിക്കൽ മെഷർമെന്റിന് മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റബിളിന്റെ അതേ ഹൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുക. അതായത് 170 സെന്റിമീറ്റർ ആണ് കോൺസ്റ്റബിളിന്റെ മെയിൽ കാൻഡിഡേറ്റിന്റെ ഹൈറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിന് റിലാക്സേഷൻ പറയുന്നുണ്ട്, 5 സെന്റിമീറ്റർ റിലാക്സേഷൻ പറയുന്നുണ്ട് ഹില്ലി ഏരിയ എന്ന് വരുന്ന ആൾക്കാർക്കും. അതുപോലെ തന്നെ SC കാൻഡിഡേറ്റ്സിനും 5 സെന്റിമീറ്റർ റിലാക്സേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റിന്റെ അളവും കൊടുത്തിട്ടുണ്ട്. 81 to 85 സെന്റിമീറ്റർ ആണ് ഇതാണ് ചെസ്റ്റിന്റെ മെഷർമെന്റ് ആയിട്ട് മെയിൽ കാൻഡിഡേറ്റിന് പറഞ്ഞിട്ടുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റിനും മാറ്റമൊന്നുമില്ല. കോൺസ്റ്റബിളിന്റെ പോലെ തന്നെ 157 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത്. ഒരു 5 സെന്റിമീറ്റർ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഹില്ലി ഏരിയസ് എന്ന് വരുന്ന ആൾക്കാർക്കും. പിന്നെ SC കാൻഡിഡേറ്റ്സിനും റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ബാക്കിയുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതിൽ വായിച്ചു നോക്കുക. അപ്പോൾ എല്ലാവരും മറക്കാതെ അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ എക്സാമിന് ഒരു 3 മാസത്തോളം സമയമുണ്ട്. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുകയും ചെയ്യുക. 3 മാസം ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് വളരെ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.